അതെ, ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും കേട്ടോ. പിന്നെ അമ്മയുടെ കാര്യം നീ വൃത്തിക്ക് നോക്കണം. നീ ഉള്ളതാണ് ഇപ്പം എൻ്റെ ആ ഒരു സമാധാനം. ആ ഏട്ടാ, അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളൂ. നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. അതെനിക്കറിയാടി. പിന്നെ നിനക്കറിയാലോ, അമ്മയുടെ അസുഖം ഇപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട്. അവിടെ നല്ല ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. എന്നാൽ ശരി, ഞാൻ പോകണേ. ആ അമ്മേ, ഞാൻ എന്നാൽ പോട്ടെ. വൈകുന്നേരം കാണാം കേട്ടോ. അതേ, എന്തെങ്ങനെ ഇരിക്കുന്നത്? ഒരുപാട് പാത്രം നട കഴുകാൻ പോയിട്ട് പഠിച്ചാട്ടെ. പാത്രം കഴുകാനെല്ലാം അറിയില്ലേ? വരച്ച് കഴുകാൻ അറിയില്ലേ? പോയിട്ട് പാത്രം കഴുകും. രാവിലെ മുതൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമല്ലേ എന്ന്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ല. ഒരു ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വയസ്സാകുമ്പോൾ സാധാരണ വരുന്നത് തന്നെയാണ്. അതും പറഞ്ഞിട്ട് ഇവിടെ പണി എടുക്കാണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ല. പിന്നെ ഞാനായതുകൊണ്ട് അതെ, ഞാനിവിടെ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും നിങ്ങളെ മോനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയില്ല എന്ന് എനിക്കറിയാം. എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ വേണമെങ്കിൽ ഞാൻ പറയുന്ന പണി പോയിട്ട് എടുത്തോളാം. മനസ്സിലായിനാ? എടീച്ചേ, പോയി ആ പാത്രം കഴുകി വെക്ക്. ഓയ്, ഇന്നാടെ എത്തുവാ. ഒന്ന് വേഗം നടന്നാട്ടെ, എന്നിട്ട് വേണം അടുത്ത പണിയെടുക്കാൻ. തള്ള എന്തോ ഇവിടുന്ന് പൊട്ടിച്ചു പോകും. നിങ്ങൾ എന്താ കളിച്ചു കൂട്ടുന്നത്? എന്റെ പാത്രമെല്ലാം പൊളിക്കുവാ. അറിയാതെ ഇതൊന്നും വെറുതെ കിട്ടുന്നൊന്നല്ല. ഒരു പണി ഏൽപ്പിച്ചത് മര്യാദക്ക് ചെയ്തൂടെ? എപ്പോ എന്തെങ്കിലും പണി മാറ്റുണ്ടെങ്കിൽ കൊളാക്കി തരുമല്ല. അതെ, നിങ്ങളെ മോൻ വൈകുന്നേരം വരുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഈ പണിയെല്ലാം തീർക്കേണ്ടതാണ്. ഒന്ന് പോയിട്ട് ചെയ്താട്ടെ മോളെ. എനിക്കടന്ന് മോങ്ങൊന്നും വേണ്ട, ഒന്ന് വേഗം തീർത്താട്ടെ. പിന്നെ ഇതെങ്ങാ നിങ്ങളെ മോനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ നിങ്ങൾ വിവരം അറിയും. ഇതിൽ വെച്ച കേക്ക് കൊടുത്തു. എടാ ആശു, ഓ ഇങ്ങോട്ട് വന്നേ. നീ എവിടെ ഉള്ളത്? ഇങ്ങ് വാ. എടാ, ഇതിൽ 2 കേക്ക് ഉണ്ടായിട്ടില്ലേ? അത് കൊടുത്തു. അത് ഞാനും അമ്മമ്മയും കൂടി തിന്നു. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ലെന്ന്? നീ വന്ന് അവരെ വഷളാക്കുന്നു. ഞാൻ കൊടുക്കുന്നുണ്ട്, അടക്ക്. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. വേണ്ട അമ്മമ്മ പാവാ. പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനം നിങ്ങൾ തിന്നാൻ പാടില്ലെന്ന്. പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കല്ലേ? ആരാടാ? എന്നാ സുധാരാട്ടാ? തള്ളിയച്ചില്ലേ, കുറെ ഓർ കണ്ടിട്ട് ഒന്ന് കാണാറ്റ് വന്നപ്പാ ഇല്ല. ഞാൻ ട്രിപ്പും കൊണ്ട് വന്നു. അമ്മ മരുന്ന് കുടിച്ചിട്ട് കിടക്കുവന്ന്, നല്ല ഉറക്കത്തിലാണ്. അതെയാ? എന്നാ പിന്നെ ഞാൻ പിന്നെ വരാട്ടാ. അതാണല്ലേ. ആശു, വന്നിട്ട് ബൂസ്റ്റ് കുടിച്ചേ. എടാ വേഗം വാ, ഇല്ല ഇത് തണിഞ്ഞു. മോളെ, അമ്മക്ക് ഒരു ഗ്ലാസ് ചായ വെച്ച് തരുവാ? എന്ത് ചായ? ചായ ഒന്നും ഇല്ല നിങ്ങൾക്ക്. ഇപ്പല്ലേ ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾ കഴിച്ചേ, അപ്പോഴത്തേക്ക് ചായക്കായ? പിന്നെ തോന്നുമ്പോ വെച്ച് തരാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ലല്ലോ. എനക്കൊന്നും കഴിയില്ല. ഒരു നേരത്തെ ഫുഡ് തരുന്നത് എൻ്റെ ഔദാര്യത്തിലാണ്, കേട്ടിനാ? അപ്പോഴത്തേക്കാന്നൊരു ചായ എനക്കിപ്പം വെച്ച് തരാൻ സൗകര്യമില്ല. അനം കൊണ്ടാടി ഇരുന്നാട്ടെ. എടാ ആശു, വന്നിട്ട് ബൂസ്റ്റ് കുടിച്ചാട്ടെ. ഇത്ര നേരം എന്നെ വിളിക്കുന്നത്? ലക്ഷ്മി, ആമേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടില്ലേ? ഒരു ഉഷാറില്ലല്ലോ. ചായയെല്ലാം കൊടുത്തിനാട്ടാ. ഇല്ലേ അമ്മേ? എന്നാമേ അമ്മേന്റെ നെറ്റിക്കൊരു മുഴച്ച പോലെ എന്ത് പറ്റിയതാ? അതൊന്നുമില്ല ഏട്ടാ, അതൊന്നും നടക്കുമ്പോ അവിടെ വാതിലിന് മുട്ടിപ്പോയതാ. കുഴപ്പമൊന്നുമില്ല, ഞാൻ തടിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണ്ടമ്മേ, ഞാൻ അന്നേ പറഞ്ഞല്ലേ നടക്കുമ്പോ നോക്കി നടക്കണമെന്ന്. അതന്നെ ഏട്ടാ, ഞാൻ എപ്പോ പറയുന്നതാണ് ഒന്നും ചെയ്യണ്ട, അവിടെ എവിടെയെങ്കിലും അനങ്ങാണ്ട് ഇരുന്നാ മതിയെന്ന്. പറഞ്ഞാൽ കേക്കണ്ടേ? എന്തിനെങ്കിലും ആയിട്ട് എണീച്ച് നടന്നു കൊടുക്കും. എത്രോട്ടം ഞാൻ പറയുന്നവരെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ, നല്ല ക്ഷീണമുണ്ട്.
ആ ഇല്ലേ, നീ എന്തായാലും നാളെ കഴിഞ്ഞ് വിളിക്കടാ. ഞാനിപ്പോൾ വീട്ടിലെത്തി. ഓക്കെ രശ്മി, ആ ചായ ഒന്നും ഇങ്ങോട്ടെ. ആശൂട്ടാ, എന്താ അച്ഛാ? നീ എന്താ ചെയ്യുന്നേ? ആ പാവനെ നീ എന്തിനാ ഇങ്ങനെ അടിച്ചു കളയുന്നേ? അച്ഛാ, പാവക്ക് വയസ്സായി. ഇനി ഇതിനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല. ഇനി ഇതിന് ചോറ് കൊടുക്കണ്ട, വരാന്തേല് പോയി തള്ളിയാ മതി. അമ്മമ്മേനെ അമ്മ അങ്ങനെയാ ചെയ്യല്. ഞാനും വിലതാച്ച അമ്മേനെ അങ്ങനെ ചെയ്യും. എടീ, ആശൂട്ടൻ പറഞ്ഞത് സത്യമാണോ? ഏട്ടാ അത് ഞാൻ എടീ, നീ എൻ്റെ അമ്മയെ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് പോകരുത്. എനിക്ക് എന്നോട് സ്ഥാനമില്ല. ഏട്ടാ സോറി, പറ്റിപ്പോയി. ഇനി ഞാനങ്ങനെ ചെയ്യൂല. എന്ത് സോറിയാണ് നീ പറയുന്നത്? അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിട്ടാ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോന്നെ. ആ നീ എന്നോട് ഇങ്ങനെ ചെയ്തേ. രശ്മി, ഓൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? നീ അനുഭവിക്കും ഭാവിയിൽ. ഈ ലോകത്ത് നമ്മളെ ആരൊക്കെ ഒഴിവാക്കിയാലും കുറ്റപ്പെടുത്തിയാലും തള്ളിപ്പറഞ്ഞാലും നമ്മുടെ കൂടെ എന്നും ഒരാളുണ്ടാകും. അതാണ് നമ്മുടെ അമ്മ. പക്ഷേ നമ്മൾ ചിലരെങ്കിലും ഇതുപോലെയുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് താനും. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നീ എന്തു ചെയ്യുന്നുവോ നാളെ നിനക്കത് തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മക്കൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയവരായിരിക്കും മിക്ക മാതാപിതാക്കളും. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ വളർച്ചയും അവരും നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ വേദനിപ്പിക്കാതിരിക്കുക, സ്നേഹിക്കുക, കടമകൾ നിറവേറ്റുക. അമ്മയുടെ സ്നേഹത്തിനും അച്ഛൻ്റെ കരുതലിനും പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നിനും സാധിക്കില്ല.